ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 16ാമത്തെ നോമ്പാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതുപോലെ തന്നെ പെട്ടെന്നൊരു ആശുപത്രിയിലൊക്കെ ഒന്ന് പോവേണ്ടതൊക്കെ വന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും, എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്, അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറക്കാനായിട്ട് ഉമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള തക്കാളി, സവാള, പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിക്കൻ ഉമ്മ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ഉമ്മ എനിക്ക് കുറച്ച് മാറ്റി വെച്ച് തന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ട്. അങ്ങനെ തക്കാളിയും സവാളയും പിന്നെ അതുപോലെ തന്നെ വേപ്പില, പിന്നെ മുളക്, മല്ലി, മഞ്ഞളൊക്കെ ഇട്ടിട്ട് ആദ്യം മസാലനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ വെക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് കറി പിന്നെ ഒന്ന് എണ്ണ ഒഴിച്ച് താളിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മറ്റേ സവാളയും തക്കാളിയൊക്കെ എണ്ണയിൽ വഴറ്റിയിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ പിന്നെ വേറൊരു താളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ ചിക്കനൊക്കെ ഇട്ടിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങണ കാരണം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ കറി ഭയങ്കര വെള്ളം പോലെയാവും കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് ഒരു മിളകിട്ട സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും പിന്നെ അതുപോലെ കുറച്ച് നെയ്ച്ചോറും വെക്കാമെന്ന് പറയുന്നുണ്ട് ഉമ്മ. അപ്പോൾ നമ്മളൊരു മുളകിട്ട രീതിയിലാണ് ചിക്കൻ കറി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഉമ്മ എനിക്ക് കുറച്ച് എല്ലില്ലാത്ത പീസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3-4 പീസ് എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉമ്മ ചതച്ചതുണ്ടായിരുന്നു, ആ ഒരു പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് ഞാൻ എന്ത് ചെയ്തു, ചിക്കനിൽ പരട്ടി കൊടുത്തു കേട്ടോ. മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതിയിട്ട്, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, കാരണം കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇത് വെച്ചിട്ട് ഇന്ന് ചിക്കൻ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഉള്ളി ബജി ഇല്ലേ, ഉള്ളി ബജിയുടെ ഒരു മോഡലൊക്കെ തന്നെ. അതിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചില സാധനങ്ങൾ മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളി ബജിക്ക് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കില്ലല്ലോ, പക്ഷേ ഇതിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും നന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ കുറച്ചേനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും ഉമ്മയും മാത്രമാണ് ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് വീട്ടിലുള്ളത്. ഉപ്പ പള്ളിയിൽ പോവും, പിന്നെ അതുപോലെ തന്നെ അനിയനും പള്ളിയിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ കായം പരട്ടി വെച്ച ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ പൊരിച്ചെടുക്കട്ടെ. ആകെ 3-4 പീസ് തന്നെ ഞാൻ പൊരിച്ചുള്ളൂ, കാരണം അത് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചിക്കന് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പക്കവടയ്ക്കുള്ള സവാള അരിഞ്ഞെടുക്കാം. അപ്പോൾ 2 കുഞ്ഞ് സവാള കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ അത് തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അത്ര കട്ടിക്ക് അരിയേണ്ട, കനം കുറവായിട്ട് അരിയുക. കാരണം നമുക്ക് ഉണ്ടാക്കുമ്പോൾ കട്ടി കൂടിയാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വളരെ നൈസായിട്ട് തന്നെ കേട്ടോ സവാള അരിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യമുണ്ട്, മല്ലിച്ചപ്പ് അരിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ മല്ലിച്ചപ്പ് ഞാൻ അവിടെ അരിഞ്ഞു വെച്ചു, സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 1 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കടലമാവ്. മൈദ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 2 സ്പൂണൊക്കെ മൈദ ചേർക്കാം കേട്ടോ. മൈദ ചേർക്കാതെ തന്നെ അടിപൊളിയാണ്. മൈദ അത്ര നല്ലതൊന്നുമല്ലല്ലോ, അപ്പോൾ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. ഞാൻ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, വെറും കടലമാവ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പക്കവട ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. കടലമാവ് മാത്രം ചേർത്തിട്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ മൈദയുടെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. സവാള, മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, പച്ചമുളക് വേണ്ട കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് പച്ചമുളക് കടിച്ചാൽ പിന്നെ അവർ കഴിക്കാതാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് മതി, നമുക്ക് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തു. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. മല്ലിച്ചപ്പൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. വേപ്പിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെ ഇടാം. മല്ലിച്ചപ്പാണ് കുറച്ച്
കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മല്ലിച്ചപ്പൊക്കെ ഞാൻ അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 2 കയ്യിൽ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ചേർക്കണ്ട കേട്ടോ, അത്ര നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ കടലമാവ് നമുക്ക് 2 കയ്യിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1/4 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട്, നമുക്ക് ഇപ്പോൾ നോമ്പായ കാരണം നമുക്ക് ഉപ്പൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, കൂടിയാൽ നമുക്ക് കഴിക്കാനേ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസാക്കാൻ പാടില്ല, കുറച്ച് ലൂസിൽ മിക്സ് ചെയ്തൊക്കെ ഇട്ടാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂട്ട് നിങ്ങൾ കുറേ മുന്നേ ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം ഊറുമ്പോൾ നമ്മൾ ഈ ബജ്ജി ഉണ്ടാക്കുമ്പോൾ, ഈ പക്കവട ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ആകെ പരന്നിട്ട് ഒരു വൃത്തിയില്ലാത്ത ഷേപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ അപ്പം തന്നെ കുഴയ്ക്കുക, അപ്പം തന്നെ ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ മതി. നേരത്തെ മുൻകൂട്ടിയിട്ട് നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ വെള്ളം ഊറുമ്പോൾ ഒരു സുഖം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പൊരിച്ച ചിക്കനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പൊരിച്ച പാട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യരുത്. അപ്പം ചൂടായ കാരണം അതിങ്ങനെ പുറത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചിക്കനെ ഒന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറാൻ വെച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ ഈ ഒരു ടൈപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ് കിടന്നാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. മല്ലിച്ചപ്പ് കുറച്ച് എക്സ്ട്രാ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറിയ ചിക്കനെ മിക്സിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം കേട്ടോ. അധികം ആവുമ്പോൾ നല്ല ചണ്ടി പോലെ ആവും കേട്ടോ, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ട മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുഞ്ഞേതാക്കി പൊരിച്ചെടുത്താൽ മതി. വലിയതാക്കി പൊരിച്ചെടുക്കുമ്പോൾ ഉള്ളു വേവായികൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും കുഞ്ഞേതാക്കി പൊരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൈ കൊണ്ടോ തന്നെ ഇങ്ങനെ കുഞ്ഞേതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ കുക്കറിൽ അമ്മ ചിക്കൻ കറി വെച്ചിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ചിക്കൻ പക്കോട പറയണത്. ഞാൻ ഇത് പുറത്തൊക്കെ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയാൽ അങ്ങനെ ഞാൻ കടകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടകളിലത്തെ അവരുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉമ്മയും പറഞ്ഞിട്ടാ അത്രയും നന്നായിരിക്കും എന്ന് വിചാരിച്ചില്ല. നമ്മൾ സാധാരണ ഉള്ളി വെച്ചിട്ട് ഒരു ടേസ്റ്റ് അമ്മ വിചാരിച്ചത്. ചിക്കനും കൂടി ചെന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിയിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്കിന്ന് ചപ്പാത്തി ഉമ്മ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി നമ്മുടെ കുക്കറിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്ച്ചോറ് തന്നെ വെക്കണുള്ളൂ. അപ്പം ഉമ്മ കടായിൽ തന്നെ കുറച്ച് നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അധികം വെക്കുന്നില്ല, ചപ്പാത്തിയും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് തന്നെ വെക്കണുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിന്ന് ജ്യൂസിന് മുന്തിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാം. പിന്നെ ചക്കരമത്തിയും ഓറഞ്ചും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചിക്കൻ പക്കവടയും ഉണ്ടല്ലോ, പിന്നെ ഈത്തപ്പഴം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ ആയ കാരണം ഭയങ്കര ദാഹമാണ്. അപ്പോൾ മുന്തിരി ജ്യൂസ് അത്ര കട്ടി വേണ്ടാന്ന് ഞാൻ ഉമ്മാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടി കുറവാവും, നല്ല തണവും വേണം എന്നിട്ട് പറഞ്ഞത് ഉമ്മാട്. അപ്പോൾ ഉമ്മ അങ്ങനെ കടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് മുരിയിക്കുക. ഉള്ള് നമുക്ക് വെന്ത് കിട്ടണമല്ലോ. നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഉള്ള് വേവാതെ വരും. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ 2 സൈഡ് നല്ല രീതിയിൽ മുരിയിച്ചെടുത്ത് അതിൻ്റെ കളർ തന്നെ കണ്ടില്ല. ഞാൻ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറും ആ ഒരു മുളക് പൊടിയുടെ കളറാണ്. പിന്നെ നമ്മൾ ചിക്കനിലും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറൊരു കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷെ കാണാനും അടിപൊളിയല്ലേ.
കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാനും ഉമ്മയും മാത്രമല്ലേ, അപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ അധികം ഉണ്ടാക്കിയാൽ അത് ഇങ്ങനെ ചൂടാറിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലേറ്റിലേക്കുള്ളത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ഉപ്പാക്ക് എടുത്ത് വെച്ച്, നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ ഉപ്പാക്കും സഹലിനും കുറച്ച് എടുത്ത് വെച്ചു, ബാക്കി ഞങ്ങൾ കഴിക്കേണ്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ചക്കരമത്ത പ്ലേറ്റിലേക്ക് മുറിച്ച് വെക്കാം. പിന്നെ ഓറഞ്ച് ഉണ്ട്, ഓറഞ്ച് മുറിച്ച് തൊലി കളഞ്ഞ് വെക്കാം. പിന്നെന്താ, മുന്തിരി ജ്യൂസ് അടിക്കാം. പിന്നെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്കിന്ന് നോമ്പ് തുറക്കാനായിട്ടുള്ളത്. അപ്പോൾ സമയം ഏകദേശം ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് നേരം വൈകി പണിയും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, വെറുതെ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 6:15 ഇപ്പം തന്നെ ആയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വേഗം ചടപ്പടേച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നെയ്ച്ചോറ് പിന്നെ അവിടെ അടുപ്പത്തിട്ടാൽ അങ്ങനെ സെറ്റായിക്കോളും, നമ്മൾ അതിന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇസ്മക്കുട്ടിക്കാണെങ്കിൽ ഇന്നലെ മുതൽ ചെറുതായി പനിക്കുന്നുണ്ട്. അപ്പോൾ പനിക്കണ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പനിയുടെ മരുന്ന് കൊടുത്തു. പക്ഷേ പനിയുടെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് കുറവുണ്ട്, അതല്ലാതെ അതിൻ്റെ ഒരു ഡോസ് വിടുമ്പോൾ പിന്നെയും പനിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മിനിയാന്ന് അവൾക്ക് പനിച്ചു. അപ്പോൾ ഇന്നലെ വരെ നോക്കിയപ്പോൾ അങ്ങനെ പിന്നെ പനിക്ക് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ തീരെ കുറവില്ല, മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെയും പനിക്കുക എന്നല്ലാതെ പനി കുറവാവുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ രാത്രി 9 മണിക്ക് ഞാനിവിടെ വീട്ടിൽ വന്നാൽ ഇസ്മക്കുട്ടിനെ കാണിക്കുന്ന ഡോക്ടർക്കാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ 9 മണിക്ക് ഡോക്ടർ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് പോയിട്ട് കാണിക്കാമല്ലോ. നമ്മൾ ഇനിയും വെച്ചിരുന്നാൽ ചിലപ്പോൾ ശരിയാവില്ല, രാത്രിയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ കയ്യിലുള്ള മരുന്ന് കൊടുത്തു. ജസ്റ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ല, എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള മരുന്ന് കൊടുത്തത് കേട്ടോ. പക്ഷെ ഒരു ദിവസം കൊടുത്തപ്പോഴും ആൾക്ക് കുറവാവുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെച്ചിരുന്നില്ല, ഡോക്ടറെ കാണിക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. എപ്പോഴും മക്കൾക്ക് പനി കാര്യങ്ങളൊക്കെ വന്നാൽ പരമാവധി വെച്ചിരിക്കാണ്ടിരിക്കുക, കാരണം എപ്പോഴാണ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പനിയൊക്കെ അവർക്കത് പറയാൻ പറ്റില്ലല്ലോ, എത്രത്തോളം ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പനിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ പെട്ടെന്ന് തന്നെ മക്കളെ കാണിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഉമ്മ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 6:41 കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ കുറേ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ അവരുടെ പള്ളിയിൽ നിന്ന് തന്നെ ബാങ്ക് കൊടുത്താലേ നോമ്പ് തുറക്കുള്ളൂ കേട്ടോ. ചില ആൾക്കാർ എവിടെ നിന്ന് കേട്ടാലും നോമ്പ് തുറക്കും കേട്ടോ. ബാങ്കിന് ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ, നമുക്ക് എവിടുന്ന് ബാങ്ക് കേട്ടാലും നോമ്പ് തുറക്കാമെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നുന്നത്. ബാങ്കല്ലേ കൊടുക്കുന്നത്, അത് ഇന്ന പള്ളിയിൽ നിന്ന് തന്നെ ആവണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ മുന്തിരി ജ്യൂസും പിന്നെ ചക്കരമത്തുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഈത്തപ്പഴമുണ്ട്, പിന്നെന്താ നമ്മുടെ ചിക്കൻ പക്കവട ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ നോമ്പ് തുറന്നു. അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും നോമ്പ് നമുക്ക് കിട്ടിയത്. ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ഫുഡൊന്നും ഞങ്ങളിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ, വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇസ്മക്കുട്ടീനെ റെഡിയാക്കണം, ഒന്ന് മേല് കഴുകി കൊടുക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. മോൾക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, ഭക്ഷണം കാര്യമായിട്ട് കഴിക്കണില്ലല്ലോ. ഇപ്പോൾ കുറച്ചായിട്ട് ആൾ ഫുഡ് കഴിക്കണത് പിന്നാക്കാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് ആളെന്താ ഫുഡ് കഴിക്കാത്തതെന്ന് മനസ്സിലായത്. ആദ്യം വിചാരിച്ചു ഇപ്പോൾ 1 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാ മക്കളുടെയും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കണക്ക് തന്നെയാണല്ലോ, ഈ ബേക്കറിയും കാര്യങ്ങളൊക്കെ തിന്നിട്ട്. പക്ഷേ ഇവളാണെങ്കിൽ അങ്ങനെ ബേക്കറിയോ ബിസ്ക്കറ്റോ മിഠായോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല. എന്നാൽ ആൾ ഫുഡും കഴിക്കണില്ല കേട്ടോ. ഒരു ദിവസം നമ്മൾ കുറച്ച് ഫുഡൊക്കെയാണ് കഴിക്കുക, എന്തെങ്കിലും കുറേ നേരം മെനക്കെട്ടാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊന്നും കഴിക്കുന്നില്ലല്ലോ, ആളാണെങ്കിൽ ഭയങ്കര ക്ഷീണവും. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ആൾ വൈകുന്നേരം ആയപ്പോൾ ഒരു തരി ഉഷാറായിട്ടാണ്, കാരണം ഞാൻ വൈകിട്ട് കുറച്ച് ചോറ് ഇങ്ങനെ അടിച്ചിട്ട് നിർബന്ധിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ആൾക്കൊരു തരി ഉഷാറ് വെച്ചു. പക്ഷെ നമ്മൾ പനിക്കുന്നതല്ലേ, കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാടാണ് കേട്ടോ പോയത്. അപ്പോൾ ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. കാരണം ഇപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഡോക്ടർ ഉണ്ടാവില്ല, ആദ്യം ആ ഡോക്ടർ ഇരിക്കുന്നത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് കേട്ടോ.
അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ ഇനി ഇരിക്കുന്നുണ്ടാവില്ല വിചാരിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഒന്ന് വിളിച്ച് നോക്കി നോക്ക്, ഇനി സമയം വല്ല വ്യത്യാസം ഉണ്ടോ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഉപ്പാനായിട്ട് അങ്ങനെ വിളിച്ച് നോക്കിയപ്പോൾ കിട്ടി. അപ്പം പിന്നെ ഉപ്പാനായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെ നമ്പറാണെങ്കിൽ 59 ഞങ്ങളെ നമ്പർ, പക്ഷെ ആരും വന്നിട്ടില്ല. 9 മണിക്കാണ് ഡോക്ടർ വരികയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപാടെ അങ്ങനെ ഞങ്ങളെ നമ്പർ ഡോക്ടർ റൂമിൽ കൊടുത്തു. അപ്പോൾ രാവിലത്തെ ബാക്കി നമ്പറാണ് രാത്രി വിളിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് 56 മുതലാണ് നമ്പർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലത്തെ ബാക്കി ടോക്കൺ ആയിരിക്കും വൈകിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇസ്മുക്കുട്ടിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ആൾക്ക് ഒരു സുഖമില്ല. പിന്നെ ആൾക്കിങ്ങനെ ഭയങ്കര കരച്ചിലും ഒരു ഞരങ്ങീച്ചയൊക്കെ പോലെ ആയിട്ട് ആൾക്ക് പനിക്കുന്ന കാരണമാണ് ഒരു സുഖമില്ലാത്തത്. അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്ന് നല്ല തിരക്കായിട്ടാണ്. പിന്നെ അതുപോലെ ഒരുപാട് കുട്ടികളിങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യാതെ എടുത്തോടി വരുന്ന തരത്തിലുള്ള ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ അവരൊക്കെ ആദ്യം കയറ്റി, കാരണം അത്രയും വയ്യാണ്ട് വരുന്നവരാണ്. പിന്നെ കാഷ്വാലിറ്റിയിലുള്ളവരെയും അങ്ങനെയൊക്കെ ആയിട്ടിട്ടാ. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി. അപ്പോൾ നോക്കുമ്പോൾ മോൾക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷനാണ്. അതുകൊണ്ടാണ് ആൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ അതിനുള്ള മരുന്നും പനിയുടെ 5 ദിവസത്തിനുള്ള മരുന്നാണ് തന്നിക്കണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാറ്റമൊന്നും ഇല്ലെങ്കിൽ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.